വെൽക്കമിങ് യു ഓൾ ടെക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് മെഷീനറിയാണ്. അതായത് 5th സെമസ്റ്റർ മെക്കാനിക്കൽ ബ്രാഞ്ചിൻ്റെ കോർ സബ്ജക്റ്റായ മെക്കാനിക്സ് ഓഫ് മെഷീനറി, തിയറി ഓഫ് മെഷീൻസ് പാർട്ട് 1. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് ഞാൻ മെക്കാനിക്സ് ഓഫ് മെഷീനറിയിലെ ഓരോ മൊഡ്യൂൾസും ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് എന്താണൊരു മെക്കാനിസം എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെലോസിറ്റി ഡയഗ്രാം, ആക്സിലറേഷൻ ഡയഗ്രാം, അതായത് തന്നെ വെലോസിറ്റി പോളിഗൺ എന്നും ആക്സിലറേഷൻ പോളിഗൺ എന്നാണ് പറയാറ്. അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കൊറിയോളിസ് ആക്സിലറേഷൻ, പിന്നെ അതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്, അനലിറ്റിക്കൽ മെത്തേഡും ഉണ്ട് ഈ വെലോസിറ്റിയും ആക്സിലറേഷൻ കമ്പ്യൂട്ടേഷൻ. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് മെയിനായിട്ട് സെക്കൻഡ് മൊഡ്യൂളിലും ഇതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വരുന്ന വേറൊരു ടോപ്പിക്കാണ് ക്യാം പ്രൊഫൈൽ ഡിസൈനിങ്. അപ്പം അതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തേർഡ് മൊഡ്യൂളിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർത്ത് മൊഡ്യൂളിനകത്ത് വരുന്നത് മെയിനായിട്ട് ഗിയേഴ്സ്, ഡിസൈൻ ഓഫ് ഗിയേഴ്സ് ആൻഡ് ഗിയർ ട്രെയിൻസ്. പിന്നെ 5th മൊഡ്യൂളും ഈ ഗിയർ ട്രെയിൻസിൻ്റെ ബാക്കി വരുന്നുണ്ട്. പിന്നെ 5th മൊഡ്യൂളിൻ്റെ അവസാനം തൊട്ട് 6th മൊഡ്യൂളിൻ്റെ അവസാനം വരെ വി ഹാവ് മെക്കാനിസം ഓഫ് മെക്കാനിസത്തിൻ്റെ സിന്തസിസ് ആണ് മെയിനായിട്ട് വരുന്നത്. മൊഡ്യൂൾ 6ഉം മൊഡ്യൂൾ 5ൻ്റെ അവസാനവും. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു തിയറി ഓഫ് മെഷീൻസിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പാർട്ടാണ് മോം അല്ലെങ്കിൽ തിയറി ഓഫ് മെഷീൻസ് 1. ഇതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് S6-ൽ ഡൈനാമിക്സ് ഓഫ് മെഷീനറി എന്ന് പറയുന്ന പേപ്പർ വരുന്നത്. അത് ഇതിനേക്കാളും ടഫാണ് പഠിക്കാൻ, കാരണം മെയിനായിട്ട് അതിനകത്ത് വരുന്ന ഫോഴ്സ് അനാലിസിസ് ആണ്.